ഏറ്റവും വലിയ ഉപകാരം ആരിൽ നിന്നാ നമുക്കുണ്ടാകുന്നത്? ഏറ്റവും വലിയ ഉപകാരം ആരിൽ നിന്നാ നമുക്കുണ്ടാകുന്നത്? അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇന്നല്ലാഹ സയ്യിദി ഖൈറൻ നബി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഈ ലോകം അവസാനിച്ച് ഇസ്രാഫീൽ എന്ന മലക്ക് നശീകരണായുധത്തിൽ ഊതുമ്പോ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കോടതി ഒരു ചാൻമുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് ചെമ്പത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറ, വക്കീലുമാരില്ലാത്ത റബ്ബിന്റെ കോടതി, സാക്ഷികളും വാദികളും പ്രതികളുമുള്ള കോടതി, ജഡ്ജി നീതിമാനായ അല്ലാഹുവാണ്. ആ പടച്ച തമ്പുരാൻ എഴുന്നള്ളുമ്പോ വജാഅ റബ്ബുക, അല്ലാഹു എഴുന്നള്ളുകയാ. ആ സമയത്ത് വൽ മലക്കു സൊഫൻ സൊഫാ, നാലു ഭാഗത്ത് അല്ലാഹുവിന്റെ മാലാകമാര് വരി വരിയായി നിരനിരയായി അല്ലാഹുവിന്റെ മലക്കുകൾ അണിയണിയായി നിൽക്കുന്ന മഹ്ശറ. അല്ലാഹു എണ്ണി നോക്കുന്നു ആളുകളെ. നമുക്ക് മനസ്സിലാകാനുള്ള ഭാഷയിൽ അല്ലാഹു പറഞ്ഞതാ, ഫഅഹ്സാഹും വഅദ്ദഹും അദ്ദാ. അല്ലാഹു എണ്ണി നോക്കുന്നു എല്ലാവരും ഹാജരായോ എന്ന്. ആ നിലയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും അല്ലാഹുവിന്റെ പാപങ്ങൾ പടച്ചവനോട് ധിക്കാരം കാണിച്ചിട്ട് പാപികളായും നരകാവകാശികളായാൽ അവിടെ അല്ലാഹുവിന്റെ മലക്കുകളെ വിളിക്കുന്നു, ഖുദൂ, പിടിക്കടാ അവനെ, പിടിക്കടാ അവനെ. എന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകളോട് പറയുന്നു, അവനെ വലിച്ച് നരകത്തിലേക്ക് എറിയൂ. അവനെ ചങ്ങലക്കിട്ട് കെട്ടിയിട്ട്, അവനെ കൈകാലുകൾ കെട്ടിയിട്ട്, അവന്റെ പിടരിയും അവന്റെ കൈയും പിടിച്ചിട്ട് ഫയുഖദു ബിന്നവാസി വല്ലഖദാ, വലിച്ച് നരകത്തിലേക്ക് എറിയൂ എന്ന് പറഞ്ഞിട്ട് നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയുമ്പോ സഹോദരങ്ങളെ, നരകാവകാശികളായി നരകത്തിൽ വെന്തെരിഞ്ഞു പോകാതിരിക്കാൻ അവിടെ സുജൂദിൽ കിടന്നിട്ട് റബ്ബേ എന്റെ അനുയായികളെ എനിക്ക് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബ് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമ്പോ ആ ഉപകാരത്തോളം വരുവോ? ലോകത്തൊരു 20 ലക്ഷം രൂപ കൊടുക്കുന്നത്, 1 ലക്ഷം രൂപ കൊടുക്കുന്നത്, 10 കോടി കൊടുക്കുന്നത്, എന്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയാലും കാലാകാലം നരകത്തിൽ വെന്തുരുകേണ്ട നമ്മളെ കൈപിടിച്ച് സുന്ദര സുവനത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ നായക മുഖ്ബിറെ സാദിഖ് സാദിഖൽ മസ്ദൂഖ്, ലോകത്തിന്റെ ജേതാവ് അഹ്മദ് മുജ്തബ, അഹ്മദ് മുർത്തള, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഹ്സാനല്ലാത്ത ഏത് ഇഹ്സാനാ നമുക്ക് കിട്ടുക? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് മാനദണ്ഡം വെച്ചാലും ജമാലെന്ന സൗന്ദര്യവും കമാലെന്ന പരിപൂർണതയും വ്യക്തിത്വവും ഖറാബത്ത് എന്ന കുടുംബവും ഇഹ്സാൻ എന്ന ഉപകാരം വെച്ച് നോക്കിയാലും എല്ലാ മാനദണ്ഡങ്ങളും ഒപ്പിടങ്ങുന്ന ഒരേ ഒരു നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം. കറകളഞ്ഞ സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹം, പരിധികളില്ലാത്ത സ്നേഹം. എന്നിട്ട് സ്വലാത്തുകൾ ചൊല്ലി നമുക്ക് നബിതങ്ങളിലേക്ക് അടുത്തിരിക്കാം. നോക്കൂ നിങ്ങൾ, ഏറ്റവും അടുത്തിരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നവർ പരലോകത്തെ ചില്ലറ കാര്യമാണോ? അമേരിക്കയില് അഷ്റഫുൽ ഖൽഖ് വന്നു എന്ന് വിവരം അറിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോകത്തെ ഏതെങ്കിലും ഒരു കോണിൽ മുസ്തഫായ നബി തങ്ങൾ തിരിച്ചു വന്നു എന്നിരിക്കട്ടെ, അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ചിന്ത നമുക്ക് അതെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുമല്ലോ. വന്നാൽ ഏരൂരിലുള്ള ആരായിരിക്കുമെന്ന് ഇവിടെ ഉണ്ടാവുക? നമ്മുടെ സ്വത്ത് മുഴുവനും വിറ്റിട്ട് നമ്മൾ പോകൂലേ നബിതങ്ങളെ കാണാൻ? എന്നാൽ അവിടെ എത്തുമ്പോ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? നമുക്ക് എത്രയോ ആ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്തായിരിക്കും നമ്മൾ നിൽക്കുക. ആഖിറത്തില് നബിതങ്ങളുടെ എത്ര ദൂരത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക? ലോകത്തുള്ള എല്ലാ ആളുകളും അവിടെ ഒരുമിച്ച് കൂടുമ്പോ
പക്ഷേ അടുത്ത് നിൽക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒറ്റ വഴി. രണ്ടാമതൊരു വഴി ഹദീസിലില്ല. നബിതങ്ങളുടെ ചാരത്ത് ഏറ്റവും അടുത്ത് നിൽക്കാൻ ഒരു വഴി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഖ്റബുഹും ഇലയ്യ അക്സറുഹും സ്വലാഹ്. എത്ര സ്വലാത്ത് ചെല്ലുവോ അത്രത്തോളം അടുത്തടുത്തിരിക്കും. അതുകൊണ്ടാണ് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി 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 നബിതങ്ങളിലേക്ക് അങ്ങ് അടുത്ത് ലയിച്ചു പോയ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ നാളെ ആഖിറത്തിൽ നബിതങ്ങളോടൊപ്പം അടുത്തിരിക്കാനുള്ള മോഹത്തിന്റെ പേരിലാണ്. നമ്മളോ സ്വലാത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, അവനവനെ പറ്റി ഒന്ന് ചിന്തിച്ച്, ഞാൻ എത്ര കോടിക്കണക്കിന് സഹസ്ര കോടി കിലോമീറ്റർ ഇപ്പുറത്തായിരിക്കും മുത്തുനബിയിൽ നിന്ന്, ഞാൻ എന്ത് സ്വലാത്തിയല്ലേ, ഞാൻ എത്ര സ്വലാത്ത് ചെല്ലി. നമുക്ക് സ്വലാത്ത് ചെല്ലും തോറും നബിതങ്ങളിലേക്ക് അടുത്തടുത്തിരിക്കാൻ കഴിയും. ഈ റബീഉൽ അവ്വലിൽ ഒരു തീരുമാനമെടുക്ക്. ഇനി ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ മഹത്തായ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന മഹത്തായ ഒരു സദസ്സാണ് ഈ സദസ്സിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രസംഗം 2 മണിക്കൂർ പിന്നിടുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധ റബീഇൽ, ഈ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തില് ഏറ്റവും ശ്രേഷ്ഠമായ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം. എന്നോട് 1000 വട്ടം അതിലൊരു വട്ടം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, സ്വലാത്ത് ചൊല്ലി അങ്ങ് നടക്കാൻ നമുക്ക് കഴിയണം. ആ സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളല്ലാതായി മാറും. അടുത്ത റബീഉൽ അവ്വലിലേക്ക്, ഈ റബീഉൽ അവ്വൽ എന്നുള്ളൊരു ദൂരം 365 ദിവസമാണെങ്കിൽ, അറബി ദിവസങ്ങൾ അതിനേക്കാൾ കുറവാണെങ്കിൽ പോലും അടുത്ത വർഷം റബീഉൽ അവ്വലിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മളല്ലാതായി മാറും. നമുക്ക് നമ്മളല്ലാതായി മാറാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇവിടെ നിന്നൊരു തീരുമാനം ഉറച്ച് നമ്മൾ പോകണം. ഏറ്റവും കുറഞ്ഞത് ഒരു 100 സ്വലാത്ത്, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വിർദ് പോലെ, എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഒരു 100 സ്വലാത്ത് ഞാൻ ചൊല്ലും. സ്ത്രീകളെ, നിങ്ങൾ നിസ്കാരമില്ലാത്ത നിങ്ങളുടെ സമയങ്ങളിലും നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്വലാത്ത്. അതിന് ബിസ്മി വേണമെന്നോ ആത്മാർത്ഥത വേണമെന്നോ കോൺസെൻട്രേഷൻ കൊടുക്കണമെന്നോ അതൊന്നുമില്ല, ഒരു കാര്യമില്ല. വെറുതെ പറഞ്ഞാൽ മതി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു കൂലി തന്നുകൊണ്ടിരിക്കും. ആത്മാർത്ഥത വേണ്ടാത്ത, നിയ്യത്ത് വേണ്ടാത്ത, യാതൊരു ഇഖ്ലാസും വേണ്ടാത്ത ഒരേ ഒരു ദിക്ർ അല്ലെങ്കിൽ ഒരേ ഒരു കെലിമത്ത് അല്ലെങ്കിൽ ഒരേ ഒരു വാചകം, അത് സ്വലാത്ത് മാത്രമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പുണ്യ റബീഇൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടുകൂടി ഞാൻ ഈ വർഷത്തെ ഈ പരിശുദ്ധമായ സദസ്സിൽ പങ്കെടുത്ത് നമുക്ക് അടുത്ത വർഷത്തേക്ക് എത്തിച്ചേരുമ്പോൾ സ്വലാത്തുകളുടെ എണ്ണം കൂടി എൻ്റെ ഹബീബും ഞാനും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ഈ റബീഉൽ അവ്വൽ ഒരു കാരണമായി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ വെച്ച് റബീഉൽ അവ്വൽ 12, അതും തിങ്കളാഴ്ച, അതും സെപ്റ്റംബർ മാസം 16, എങ്ങനെ നോക്കിയാലും ഒരുപാട് ബന്ധം യോജിച്ചു വരുന്ന ഈ പുണ്യരാവിലെ നമുക്കൊരു തീരുമാനമെടുത്തു പോകാം. അള്ളാഹു അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത് നമുക്കൊന്ന് ഉറക്കെ ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അള്ളാഹു ഈ സ്വലാത്തിനെ നമ്മിൽ നിന്ന് സ്വീകരിച്ച് ഈ നിമിഷം തന്നെ നമ്മുടെ നായകനെ എത്തിച്ചു കൊടുത്ത് നമ്മളെ നമ്മുടെ ഹബീബ് തിരിച്ചറിഞ്ഞ് നാളെ നമ്മുടെ കൈപിടിച്ച് നേരെ റബ്ബിന്റെ അടുക്കലേക്ക് പോയി അള്ളാനെ നമുക്ക് കാണിച്ചു തരാൻ ഈ സദസ്സ് കാരണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിന് ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ആരോഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ